ശ്രീ ഡോക്ടർ വിപിൻ കുമാർ, ഇവിടെ കേരളത്തിൻ്റെ പ്രതീക്ഷകൾ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം ഏതൊക്കെ മേഖലകളിലായിരിക്കണം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. പ്രത്യേകിച്ച് താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ വാഹന ലോകം വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. കുതിക്കുന്ന സ്വർണ്ണവില ഈ അടുത്ത കാലത്തായി വളരെ വലിയ രീതിയിൽ സ്വർണ്ണവില കുതിക്കുന്നത് കണ്ടു. അതുകൊണ്ട് തന്നെ ഈ സ്വർണത്തിൻ്റെ തീരുവ കുറയ്ക്കുന്നതടക്കം, അതോടൊപ്പം പ്രവാസ ലോകം, ഇതൊക്കെ എങ്ങനെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കിക്കാണേണ്ടത്? കേരളത്തിനെ കുറിച്ച് നോക്കിക്കാണുമ്പോൾ നമ്മുടെ ഇന്നലെ പബ്ലിഷ് ചെയ്ത ഇക്കണോമിക് സർവേയിൽ തന്നെ കൃത്യമായിട്ട് കേരളത്തിന് ഒരു പ്രത്യേക ഒരു അംഗീകാരം കൊടുത്തതായിട്ട് നമ്മൾ കണ്ടു. കാരണം ഈ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നമ്മൾ UN വിഭാവനം ചെയ്ത സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് അത് സുസ്ഥിര SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അറ്റ് ദ ലോക്കൽ ലെവൽ, ആ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അറ്റ് ദ ലോക്കൽ ലെവൽ ഏറ്റവും നന്നായി നടപ്പിലാക്കി എന്ന ഒരു അംഗീകാരം പിന്നെ കേരളത്തിന് ലഭിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിലെ പ്രാദേശിക സർക്കാരുകളുടെ ഒരു നല്ല രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് അതിന് പിന്നിൽ. അപ്പം അവിടെ തന്നെ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ പുരോഗതിക്ക് പുരോഗതി മുൻകാലങ്ങളിലെ തുടരുന്ന പുരോഗതിക്ക് കൃത്യമായിട്ട് ആ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളും പട്ടിണി, ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിൽ അങ്ങനെ പല ഇമ്പ്രൂവ്മെന്റുകൾ, ഹെൽത്ത് കെയർ, ആ രീതിയിലേക്കുള്ള പ്രധാനപ്പെട്ട കോർ ഇൻഡിക്കേറ്ററുകൾക്കെല്ലാം ഫോക്കസ് കൊടുക്കുന്ന രീതിയിലേക്കുള്ള അത് ഒരു പ്രാദേശിക ലെവൽ പ്രാദേശിക സർക്കാരുകളിൽ ഏത് രീതിയിൽ എഫക്റ്റീവായി ഇടപെടുന്നതിൽ ഒരു രീതിയിലേക്കുള്ള ഒരു ക്ലിയർ ഇൻഡിക്കേഷൻ ഇന്നത്തെ ഇക്കണോമിക് സർവേയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിന്റെ വികസന മാതൃക കുറെ പ്രശ്നങ്ങളുണ്ട്, ഇല്ലാന്നൊന്നും പറയുന്നില്ല, പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ ഒരു പ്രശ്നങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഇനി നമുക്ക് കേരളത്തിന് ഒരു ഫോക്കസ് ചെയ്യുന്നത്, ഞാൻ ഒരു 5 മേഖലകളിലേക്കാണ് എന്റെ ഒരു അറ്റൻഷൻ ഞാൻ അല്ലെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനം നമ്മളിപ്പോൾ ദേശീയപാത വികസനം നന്നായി നടക്കുന്നുണ്ട്, കേരളത്തിലെ റെയിൽ വികസനം നടക്കുന്നുണ്ട്, പുതിയ ട്രെയിനുകളെല്ലാം വരുന്നത്. ഇനി അത് മാത്രമല്ല, അതിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകേണ്ടത് ആവശ്യമുണ്ട്. കാരണം ഒരു പല പിന്നെ ഇപ്പൊ കൊച്ചി, കോയമ്പത്തൂർ, അങ്ങനെ റോഡ് നെറ്റ്വർക്ക്, അങ്ങനെ പല മെട്രോ സിറ്റീസുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പൊ ഓൾറെഡി പ്രോജക്ട്സുകൾ ഉണ്ട്. എന്നാലും അതേ രീതിയിലേക്കുള്ള വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയുള്ള ഒരു ഫോക്കസ് ഉണ്ടാവുക എന്നതാണ് ഒരു കൺസേൺ. പിന്നെ ഇപ്പം ശബരി റെയിൽ പാതയടക്കം നമ്മൾ എത്രയോ വർഷങ്ങളായി ചർച്ച ചെയ്യുന്നതാണ് ശബരി റെയിൽ പാത. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഫോക്കസ് കൊടുത്താൽ നമുക്ക് കേരളത്തിന് കുറച്ചും കൂടി ഒരു ഫാസ്റ്റർ ആയിട്ടുള്ള രീതിയിലേക്ക് ഒരു സാധ്യതകളാണ്. രണ്ടാമത്, കേരളത്തിന്റെ ഹൈ പൊട്ടൻഷ്യലുള്ള ഒരു ഏരിയ ആണ് ടൂറിസത്തിന്റെ അപാര സാധ്യതകളില്ലതാണ്. മറ്റു പല രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു കേരളത്തിന് ഒരു യുണീക്കായ ഒരു ടൂറിസം വികസനത്തിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. തിരുവനന്തപുരം തൊട്ട് നമ്മൾ കാസർഗോഡ് വരെ എടുത്തു നോക്കിയാൽ ടൂറിസത്തിന്റെ ഇപ്പം കൾച്ചറൽ ടൂറിസം ഉണ്ട്, പിൽഗ്രിമേജ് ടൂറിസം ഉണ്ട്, നമ്മളെ ലോക്കൽ ടൂറിസം ഉണ്ട്, ഇക്കോ ടൂറിസം ഉണ്ട്. ഇത്രയും ഒരു പെർഫെക്റ്റ് ബ്ലെൻഡിൽ ഒരു എക്കോണമി ആയിട്ട് നമ്മൾ ആ ടൂറിസത്തിന്റെ ഫോക്കസ്, അപ്പം ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ പാക്കേജ് ഉണ്ടാവുമോ എന്നത് എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, ടൂറിസം മേഖലയിൽ ഒരു പാക്കേജ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നു. മൂന്നാമത്തത്, ഇപ്പൊ നമ്മൾ പലപ്പോഴും കേരളം ഒരു പിന്നെ കാലാവസ്ഥയിലെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു വേലിയേറ്റം നമ്മൾ 2018 തൊട്ട് ഇങ്ങോട്ട് കണ്ടു. അതിന്റെ ഏറ്റവും എൻഡിലാണ് നമ്മളിപ്പോഴത്തെ വയനാടിന്റെ മുണ്ടക്കൈയിലുണ്ടായ ദുരന്തം. അപ്പൊ ഇങ്ങനെയുള്ള തുടർച്ചയായി വരുന്ന പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ നമുക്കൊരു ഒരു ക്ലൈമറ്റ് എമർജൻസി, ഒരു റെസീലിയൻസ് പിന്നെ പാക്കേജ് പോലെ, അതാണ് കേരളം ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു ക്ലൈമറ്റ് എമർജൻസി ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യാൻ ഒരു പാക്കേജ് കേരളത്തിന് ആവശ്യമുണ്ട്. കാരണം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മൾ ഒരിക്കലും ഇപ്പം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഒരു വിക്ടിം ആവാൻ സാധ്യതയുള്ള ഒരു സൊസൈറ്റിയാണ് കേരള സൊസൈറ്റി. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പാക്കേജുകൾ, അതാണ് ഒരു വയനാട് പാക്കേജ് മാത്രമെന്നല്ല ഉദ്ദേശിക്കുന്നത്, അതിനേക്കാളും ഒരു ക്ലൈമറ്റ് എമർജൻസി റെസീലിയൻസ് ഒരു പാക്കേജ് ഉണ്ടാവുക എന്നത് നമുക്കൊരു ഒരു പ്രതീക്ഷയില്ലതാണ്. പിന്നെ വേറൊന്ന്, ഇപ്പൊ കേരളത്തിൽ കെയർ എക്കോണമി, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഉള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറും. കേരളം ഈ രീതിയിലേക്ക് പോയ ഒരു 2035 എത്തുമ്പോൾ ഒരു 30% മേലെ, ഒരു 60% മുകളിലുള്ള ആൾക്കാർ വരുന്ന ഒരു കേരളം ഒരു വയസ്സാകുന്ന രീതിയിലേക്ക് ഒരു വയോജന ജനസംഖ്യ കൂടുന്ന ഒരു ഇത്. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ വളരെ സീരിയസ് ആണ്. അപ്പൊ അവരുടെ സീരിയസ് ആണ്, അവരെ ഓൾഡ് ജെറിയാട്രിക് കെയർ വളരെ പ്രധാനപ്പെട്ടാണ്. അവർ മെന്റൽ ഹെൽത്തിനെ അഡ്രസ് ചെയ്യുന്ന പോളിസികൾ ഉണ്ടാവുക. അത് നാഷണൽ ലെവൽ പോളിസീസ് ആയിരിക്കും. പക്ഷെ ആ നാഷണൽ ലെവൽ പോളിസീസ് ഏറ്റവും കൂടുതൽ ഇപ്പൊ
പ്രോജക്റ്റിൽ ചിലപ്പം സാധ്യത കാണുന്നു കെയർ എക്കോണമി ആയിട്ട് റിലേറ്റ്. അപ്പൊ ആ പ്രോജക്ട്സുകൾ നാഷണൽ ലെവൽ പ്രോജക്ട്സുകളാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ബെനഫിഷ്യൽ ആവാൻ സാധ്യത കേരളത്തിലാണ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന എല്ലാ വർഷവും പ്രതീക്ഷിക്കുന്ന എയിംസിന്റെ അവസ്ഥ, എയിംസ് കിട്ടുമോ എന്നത് വളരെ എല്ലാ വർഷത്തെ ബജറ്റിലും നമ്മൾ സ്ഥിരം ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ് എയിംസ് വരും. അപ്പൊ അങ്ങനെയുള്ള ഒരു കേന്ദ്രാവിഷ്കൃത പിന്നെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. അപ്പം പലപ്പോഴും കേരളത്തിന്റെ തന്നെ ഒരു പ്രപ്പോസലാണ് ഒരു നേഴ്സിംഗ് യൂണിവേഴ്സിറ്റി ഉണ്ടാവുക. കാരണം വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ നേഴ്സസ് ഉള്ളത് നമ്മൾ മലയാളികളാണ്. അപ്പൊ ഒരു നേഴ്സിംഗ് യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ നേഴ്സിംഗിനെ ആ രീതിയിലേക്ക് ഉള്ള രീതിയിൽ ഒരു സ്പെഷ്യൽ കെയർ കിട്ടുന്ന എന്തെങ്കിലും കേന്ദ്രാവിഷ്കൃത പ്രോജക്ട്സുകൾ ഉണ്ടാവുക എന്നതാണ്. പിന്നെ വേറൊന്ന്, നമ്മൾ ഈ ധനകാര്യ കമ്മീഷന്റെ ടേംസ് ഓഫ് റെഫറൻസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ടേംസ് ഓഫ് റെഫറൻസുമായിട്ട് നമുക്ക് പലപ്പോഴും അതൊരു വലിയൊരു ചർച്ചയാണ്. അത് പലപ്പോഴും ഇല്ല ചർച്ച പറഞ്ഞു. ഇപ്പൊ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ്, പ്രത്യേകിച്ച് പിന്നെ കേരളം, തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റ്സുകൾ പിന്നെ പലപ്പോഴും ഈ സാമൂഹ്യ പുരോഗതി എല്ലാ സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ എടുത്ത് നോക്കിയാൽ നമ്മൾ നല്ല പൊസിഷനിൽ പോകുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യയിലുള്ള ഈ ജനസംഖ്യ കുറവ് കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫെർട്ടിലിറ്റി റേറ്റിന്റെ ഒരു ഡിക്ലൈൻ ഒരു സൈഡിൽ, പിന്നെ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റർ. അപ്പൊ ഒരു രാജ്യത്തിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്ത ഒരു സ്റ്റേറ്റിന് നമ്മൾ പണിഷ്മെന്റ് അല്ല കൊടുക്കേണ്ടത്, നമ്മൾ അവിടെ കൊടുക്കേണ്ടത് പറഞ്ഞാൽ റിവാർഡാണ് കൊടുക്കേണ്ടത്. അപ്പം അത് നമ്മളിപ്പോൾ ഓൾറെഡി കേരളത്തിൽ വന്ന പിന്നെ ധനകാര്യ കമ്മീഷന്റെ ടീം വന്ന സമയത്ത് കൂടി അത് കൃത്യമായിട്ട് ഇവിടെ ഇല്ല എല്ലാ പാർട്ടികളും, കേരളത്തിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അത് കൃത്യമായിട്ടൊരു ചർച്ച കൊണ്ടുവന്നിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ ഒരു കേസിൽ കേരളത്തിന് ഒരു സാമൂഹ്യ പുരോഗതി നേടി എന്നത് ഒരു പിന്നെ അതൊരു തടസ്സമായിട്ട് മാറാതെ അതിന് ശരിക്കും റിവാർഡ് കിട്ടുന്ന രീതിയിലേക്ക് ഇനിയും നമുക്ക് മുന്നോട്ട് പോകണം. അതിന്റെ റിവാർഡിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ് ഇന്നലത്തെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ ലോക്കൽ ലെവലിൽ ഒരു ഇൻഡിക്കേഷൻ. പക്ഷെ നമുക്ക് ആ മേഖലകളിൽ ഒരു സുസ്ഥിര വികസനത്തിന്റെ ഒരു സാധ്യതയിലേക്ക് നമുക്ക് ഇനി ഫണ്ട് അലോക്കേഷൻ ഉണ്ടാവും എന്നത് കൂടി ഈ ബജറ്റിൽ ഞാൻ കേരളത്തിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ പ്രതീക്ഷിക്കും.